ഇടുക്കിയിലെ അനധികൃത ഖനന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 10 ജില്ലകളിലെ ജിയോളജിസ്റ്റുമാരെ മാറ്റി ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് ഈ സ്ഥലം മാറ്റം. ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റിനെ കണ്ണൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. പാറ ഖനനം അന്വേഷിക്കുന്ന 2 അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്കും സ്ഥലം മാറ്റമുണ്ട്. ഇവർക്ക് പകരം ഇടുക്കിയിൽ ആളെ നിയമിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇടുക്കിയിൽ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പരാതി ആദ്യമേ തന്നെ ഉയരുന്നത്. ജില്ലാ സെക്രട്ടറിയും മകനും മരുമകനും ഒക്കെ ചേർന്ന് അവിടെ പാറ ഖനനം നടത്തുന്നു എന്നുള്ള പരാതി വലിയ വിവാദങ്ങളുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ്. കൂടുതൽ വിവരങ്ങൾ പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ഇത്തരത്തിൽ ഈ അനധികൃത പാറ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാന വ്യാപകമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പാറഖനനം പാറഖനനവുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റിയിട്ടുള്ളത്. 10 ജില്ലകളിലെ ജിയോളജിസ്റ്റുമാരെയാണ് സ്ഥലം മാറ്റിയത്. ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലായിരുന്നു ഈ ഒരു സ്ഥലം മാറ്റാൻ. പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ഈ ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റിനെ മാറ്റിയിട്ടുള്ളത് കണ്ണൂരിലേക്കാണ്. പകരം ആള് എത്തിയിട്ടുമില്ല. അതോടൊപ്പം തന്നെ ജില്ലയിലെ പാറഖനനം അന്വേഷിച്ചിരുന്ന 2 അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവർക്കും പകരം ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പകരം ആളെ ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം ഇതുവരെയായിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അതീവ പരിസ്ഥിതി ലോല മേഖലയാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ച് ഒത്തിരിയേറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപകമായി പാറഖനനം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് 2 സബ് കളക്ടർമാർക്കാണ് ഈ ഒരു അന്വേഷണത്തിനുള്ള ഉത്തരവ് നൽകിയിരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. അതിൽ നടപടികളൊന്നും തന്നെ ഇതുവരെ എടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അനധികൃത പാറഖനനത്തിനെതിരെ ജില്ലാ ജിയോളജിസ്റ്റ് കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർക്ക് 27 റിപ്പോർട്ടുകളാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ആ 27 റിപ്പോർട്ടിലും യാതൊരു ജില്ലാ കളക്ടറും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പൂഴ്ത്തിവയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഈ ഒരു പാറഖനനം ബന്ധപ്പെട്ട ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന അതിൽ കിട്ടിയിരിക്കുന്ന മറുപടി പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് 90 പേരാണ് ഇത്തരത്തിൽ അനധികൃതമായി പാറഖനനം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. അവർ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും എത്രത്തോളം ഭരണസ്വാധീനമുള്ള ആളുകൾ അല്ലെങ്കിൽ എത്രത്തോളം അപകടകാരികളാണ് ഈ പറയുന്ന ഈ 90-ലധികം ആളുകൾ അല്ലെങ്കിൽ ഈ പാറഖനനം നടത്തിയിട്ടുള്ള ആളുകൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായും ഇന്നലെ ഉയർന്നൊരു പരാതി, ഒരു ജില്ലാ കളക്ടർക്ക് ഒരു പരാതി എത്തുകയാണ്. ആ പരാതി പ്രകാരമാണ് ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ആ പരാതിയിൽ പറയുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറി CV വർഗീസും അദ്ദേഹത്തിന്റെ മകൻ അമൽ വർഗീസും മരുമകൻ സജിത്തും ചേർന്നാണ് ഈ ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ ഈ പാറഖനനവും അനധികൃത മണ്ണ് ഖനനവും എല്ലാം തന്നെ നടത്തുന്നത് എന്നുള്ളൊരു പരാതിയാണ് ജില്ലാ കളക്ടർക്ക് എത്തുന്നത്. അത് പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയും പറയുന്നത് പേര് വെളിപ്പെടുത്തിയാൽ ജീവനിൽ ഭയമുള്ളതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് എഴുതി ചേർത്തുകൊണ്ടാണ് ആ ഒരു പരാതി അവസാനിപ്പിക്കുന്നത്. അത്തരത്തിലൊരു പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. അടിയന്തര അന്വേഷണം നടത്തണമെന്നുള്ള കാര്യം. പ്രധാനമായും കുളം നിർമ്മാണത്തിന്റെയും അതുപോലെ തന്നെ വഴി നിർമ്മാണത്തിന്റെയും റോഡ് നിർമ്മാണത്തിന്റെയും മറവിലാണ് ഈ ഒരു അനധികൃത പാറഖനനം എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം കഠിനമായ ചൂടായിരുന്നു. ഏലകൃഷി എല്ലാം തന്നെ ഉണങ്ങിപ്പോകുന്ന കൃഷിവിളകളെല്ലാം തന്നെ ഉണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് മഴക്കുഴി കുത്തുന്നതിനും അതുപോലെ തന്നെ കുളം കുഴിക്കുന്നതിനുമൊക്കെയായി ആളുകൾ മുമ്പോട്ട് വന്നിരുന്നു. ഇതിന്റെ മറവിലാണ്, അതായത് ഇത്തരത്തിൽ കുളം കുഴിക്കുന്നതിന്റെയൊക്കെ മറവിലാണ് ഈ ഏലത്തോട്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ പാറഖനനം നടത്തിയിട്ടുള്ളത്. വലിയ ലോഡ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 100 കണക്കിന് ലോഡ് പാറ ഇതിനോടകം തന്നെ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും കട്ടപ്പന, അതുപോലെ തന്നെ ഉപ്പുതറ, തങ്കമണി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ഇടുക്കി ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇത്തരത്തിൽ പാറഖനനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും. സി വർഗീസ്, അതായത് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് അന്വേഷണത്തിന് പ്രകാരം സി വർഗീസിന്റെ മരുമകനുമെതിരെ ഈ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഇടുക്കിയിലെ അനധികൃത ഖനന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് 10 ജില്ലകളിലെ ജിയോളജിസ്റ്റുമാരെ അടിയന്തരമായി സ്ഥലം മാറ്റിയത്. ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് ഈ സ്ഥലമാറ്റം. ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റിനെ കണ്ണൂരിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.